പ്രിയപ്പെട്ടവരെ, ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുകയില്ലേ, അത് 5 ലക്ഷം രൂപയിൽ നിന്നും ഉയർത്താൻ 5 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷത്തിലേക്ക് സർക്കാർ വർദ്ധിപ്പിച്ചു. അപ്പം അതിൻ്റെ ആഹ്ലാദത്തിലാണ് തുഴച്ചിൽ ക്ലബ്ബുകളും വള്ളംകളി പ്രേമികളും ഒക്കെ. വള്ളംകളിക്കുള്ള സർക്കാർ ഗ്രാന്റ് കൂടി ഉയർത്തിയതോടെ ഇത്തവണ പുന്നമടയിൽ വള്ളംകളിയുടെ വേറും വാശിയൊക്കെ ഇരട്ടിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അപ്പോഴും ചെറുവള്ളങ്ങളെ കൂടി സർക്കാർ പരിഗണിക്കണം എന്നൊരു ആവശ്യം വള്ളംകളി പ്രേമികൾ പറയുന്നുണ്ട്. ഒന്നാം സമ്മാനം നേടുന്ന ചുണ്ടന് 25 ലക്ഷം രൂപയും രണ്ടാം സമ്മാനം നേടുന്നവർക്ക് 20 ലക്ഷം രൂപയും മൂന്നാം സമ്മാനം നേടുന്നവർക്ക് 15 ലക്ഷം രൂപയായുമാണ് സമ്മാനത്തുക ഉയർത്തിയത്. വള്ളം കളിക്കുള്ള സർക്കാർ ഗ്രാന്റ് 2 കോടി രൂപയായും ഉയർത്തി. ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന പരിശീലനം, വള്ളത്തിന്റെ അറ്റകുറ്റപ്പണികൾ, തുഴച്ചിൽക്കാരുടെ കൂലി, ഭക്ഷണം തുടങ്ങിയ ക്ലബ്ബുകൾക്ക് ഭാരിച്ച തുകയാണ് ഓരോ വർഷവും ചെലവാകുന്നത്. ഇത്തവണ മാറ്റമുണ്ട്. 5 ലക്ഷം രൂപയായിരുന്നു നിലവിൽ നെഹ്റു ട്രോഫിയിലെ ഉയർന്ന സമ്മാനത്തുക. ഇതാണ് 25 ലക്ഷമാക്കി കുത്തനെ ഉയർത്തിയത്. ദീർഘകാലമായി തുഴച്ചിൽ ക്ലബ്ബുകളും വള്ളംകളി പ്രേമികളും മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യമാണ് പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതോടെ യാഥാർത്ഥ്യമായത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്ന കണക്ക് തന്നെയാണ് ആ കമ്മിറ്റിയിൽ. അതായത് മുൻ ടൂറിസം മന്ത്രി കൂടെയായ നമ്മുടെ ഇപ്പോഴത്തെ ആലപ്പുഴ MP KC വേണുഗോപാൽ സാർ ഇടപെട്ട് ആ തുക വർദ്ധിപ്പിക്കുന്നതിനൊരു നിർദ്ദേശം വെക്കുകയും നമ്മുടെ ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് സാർ അത് അംഗീകരിക്കുകയും അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ VD സർക്കാരിനുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇത്തവണത്തെ മത്സരം എന്ന് പറഞ്ഞാൽ ഇവിടെ പുന്നമടയിൽ വൻ മത്സരമായിരിക്കും. ഇത്രയും വലിയൊരു തുകയും കൂടെ കിട്ടിയത് കാരണം ബാക്കി സ്പോൺസർഷിപ്പും നാട്ടിലെ പിരിവും കാര്യങ്ങളെല്ലാം കൂടെ കൊണ്ട് സാധാരണ മുൻനിരയിൽ കളിക്കാൻ വരുന്ന ക്ലബ്ബുകളെക്കാളും കൂടുതൽ ക്ലബ്ബുകൾ, ഏകദേശം ഒരു 10-12ഓളം ക്ലബ്ബുകൾ ഇത്തവണ മുൻനിരയിൽ കാണും. സമ്മാനത്തുക ഉയർത്തിയതോടെ ക്ലബ്ബുകളുടെ സാമ്പത്തിക പരിശ്രങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. കഴിഞ്ഞ ദിവസം മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. നേരത്തെ വള്ളം കളിക്കുള്ള സർക്കാർ ഗ്രാന്റ് 1 കോടി രൂപയായിരുന്നു. ഇത് 2 കോടിയായും ഉയർത്തി. ക്ലബ്ബുകൾക്ക് ബോണസ് ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിൽ നേരിട്ടിരുന്ന കാലതാമസത്തെ തുടർന്ന് പല ക്ലബ്ബുകളും മത്സരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. എന്നാൽ ഇക്കുറി സമ്മാനത്തുകയും ബോണസ് തുകയും കൂടിയതിനാൽ കൂടുതൽ വള്ളങ്ങൾ മത്സര രംഗത്തേക്ക് എത്തിയേക്കും. ന്യൂസ് മലയാളം, ആലപ്പുഴ.